എൻ്റെ അപ്പൂ ഭയങ്കര പ്രശ്നം. വെട്ടും കുത്തുമൊക്കെ നടക്കേണ്ടതാണ്. ഞാൻ പിന്നെ പോയി ഒരുവിധം സംസാരിച്ച് ഒതുക്കി. അനിയനും ചേട്ടൻ തമ്മിൽ എന്താ വസ്തുവില്ല ചെറിയൊരു പ്രശ്നം വെച്ചിട്ട് തീർന്നോ അവകാശ തർക്കം? തീർന്നെന്ത്? ഇവിടെ ഒരു അവകാശ തർക്കം തീർക്കാനുണ്ട്. ഇവിടെ ഒന്നും അവകാശ തർക്കം? ആ ക്ലീറ്റസ് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. ക്ലീറ്റസ് പറയാൻ കുഴപ്പം തോന്നുന്നു. എന്നിട്ട് ഇവിടുത്തെ സ്റ്റൂൾ എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് പോയിട്ട് അവന്റെ സ്റ്റൂളല്ലേ? അങ്ങനെ അവന്റെ സ്റ്റൂള് പിന്നെ മര്യാദക്ക് വന്നിട്ട് ചോദിച്ചു വേണ്ട എടുത്തോണ്ട് പോയാൽ പോരെ? ഇവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാനോ അത്രേ. ആ പോട്ടെ, ഇനി അതിന്റെ പേര് വഴക്കൊന്നുണ്ടാകും. എന്ത് പോട്ടേന്ന്? അയാൾ ഇങ്ങനെ എല്ലാം വന്നിട്ട് എടുത്തോണ്ട് പോയി കഴിഞ്ഞാ പിന്നെ കരകൻ ചേട്ടനോട് എന്താ പറയാ? ആൾക്കാർ കേട്ട എന്താ മനുഷ്യ? എന്തോ എടുത്തോണ്ട് പോകുന്ന ഇവിടെ വേറെ എന്തോ എടുത്തോണ്ട് പോകാൻ. പിന്നെ അല്ലാണ്ട് മര്യാദക്ക് വന്ന് ചോദിച്ചാൽ ഞാൻ കൊടുക്കില്ലേ? ഇത് സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാനോ അത്രേ അവിടെ. അതല്ലേ ഞാൻ പറഞ്ഞത്, പോട്ടെ ഒരു സ്റ്റൂള് തന്നല്ല ഇവിടെ ഇത്രയും ഫർണിച്ചർ വേറെ കിടക്കുന്നില്ലേ? ഈ മനുഷ്യനെന്താ പറഞ്ഞ മനസ്സിലാവാത്ത? അത് മര്യാദക്ക് എടുത്ത് കൊണ്ടാണെങ്കിൽ കുഴപ്പമില്ല. എന്നെ തട്ടി മറിച്ചിട്ട് എന്റെ കൈ ഇവിടെ വീണിട്ട് ചതഞ്ഞതറിയോ? ഇത് നോക്കി ഇവിടെ എല്ലാം വേദനിച്ചിട്ട് പോയി എനിക്ക്. അല്ല നീ അവരുടെ അടുത്ത് വരാൻ അനാവശ്യം വല്ലതും പറഞ്ഞോ? ഞാൻ ഒരനാവശ്യം പറഞ്ഞിട്ടില്ല. ചുമ്മാ എന്നപ്പോ ഇതിനെ തട്ടി മറിച്ചിട്ട് പോയാ? ആ അയാൾ വന്നിട്ട് സ്റ്റൂൾ എടുത്തോണ്ട് പോകുമ്പോ എന്നെ മറിച്ചിട്ടാ കൊണ്ടായത്. എന്റെ കൈ പിടിച്ച് ഓടിച്ചു. കൈ എന്താ പറഞ്ഞ മനസ്സിലാവാ? ചോദിക്ക്. വിളിച്ചേട്ടാ, നീ എവിടെ പോയാ? ഞാൻ എന്റെ എന്റെ കൈക്ക് ഭയങ്കര വേദനന്നേ. അപ്പൊ ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാ. പക്ഷെ കാണാനും പറ്റിയില്ല. മറ്റന്നാള് പോണം. എന്താ രണ്ടുപേരും കൂടി ഇതെന്ത് പറ്റി വെക്ക്? നിന്റെ ഭർത്താവിന് എന്ത് പറ്റി? ഇങ്ങനെയാണെങ്കിൽ താമസിയാതെ നാട്ടുകാർ അടിച്ചു കൊല്ലും കേട്ടാ. ആളില്ലാത്ത വീട്ടുകാർ പെമ്പിള്ളേർ ഉപദ്രവിക്കുക, അവിടുന്ന് സാധനം എടുത്തോണ്ട് പോവാ. എന്തോന്ന് കാണിക്കണവേ? ആരും ഉപദ്രവിച്ചു? ചോദന അങ്ങോട്ട്. ചേട്ടൻ വന്നിട്ട് സ്റ്റൂൾ എടുത്തോണ്ട് പോയി, എന്നെ തട്ടിമറിച്ച് കൈ എടുത്ത് ഓടിച്ചിട്ട്. അങ്ങനെ പറയരുത് ക്ലീറ്റോ, അങ്ങനെ ഉപദ്രവിക്കൊന്നുമില്ല. സ്റ്റൂൾ എടുക്കാൻ പറഞ്ഞാൽ ഞാൻ അത് ക്ലോക്ക് താഴെ വീണോ ക്ലോക്ക് ഒന്ന് വെക്കാൻ വേണ്ടിയിട്ട് എത്തനുണ്ടായിരുന്നില്ല. അതിന് അങ്ങനെ അനാവശ്യം പറയണേ. ഞാൻ കള്ളം പറയാണോ? മര്യാദയ്ക്ക് വന്നിട്ട് എടുത്തിട്ട് പോയാ പോരെ? അതിന് എന്റെ കൈ പിടിച്ചോടിക്കുന്നത് എന്തിനാ? ക്ലീറ്റോ അങ്ങനെ കൈ പിടിച്ചോടിക്കൂല. അത് വെറുതെ പറയണത് അമ്പിളിക്കുട്ടൻ ചേട്ടാ. എന്താ ശരിക്കും പറ്റിയത്? എന്റെ ചേച്ചി, ഞാൻ സത്യം പറയണത്. അങ്ങേര് വന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി. ഇവിടെ നല്ല സാധനം എടുത്തോണ്ട് പോവാന്ന് വെച്ചാല് ഞങ്ങൾക്ക് ആ കരകൻ ചേട്ടനോട് സമാധാനം പറയണ്ടേ? അതിനൊരു ഇത്തിരി നേരത്തേക്കല്ലേ സ്റ്റൂൾ എടുക്കണം? അല്ല, ഇത്തിരി നേരത്തേക്കല്ല, അത് അവിടെ സ്ഥിരമായിട്ട് കൊണ്ടുവയ്ക്കാൻ പോയതാന്നാ പറഞ്ഞത്. സ്റ്റൂളാണോ പ്രശ്നം? സ്റ്റൂൾ അങ്ങ് തിരിച്ചു തന്നേക്കാൻ ഞാൻ വിളിച്ചോക്കട്ടെ. ക്ലീറ്റോ അവിടെ ഒന്നുമില്ല. അങ്ങോട്ട് പോയത് ഞാൻ കണ്ടതാ. അത് കഴിഞ്ഞിട്ട് ക്ലീറ്റോക്ക് ഇന്ന് പാർട്ടിയുടെ എന്താ പരിപാടി ഉണ്ട്, അങ്ങോട്ട് പോയി. ഹലോ ഹലോ ക്ലീറ്റോ, സ്റ്റൂൾ എന്തിനാ ഈ പെങ്കൊച്ചിന്റെ കൈ പിടിച്ച് തിരിച്ചെന്നൊക്കെ പറയണെന്താ? കാലൊടിഞ്ഞു സ്റ്റൂളിന്റെ. അതങ്ങനെ ഒടിയും? എനിക്കറിയാലോ, നല്ല ബലമുള്ള സ്റ്റൂളാണത്, പഴയ സ്റ്റൂളാണത്. അങ്ങനെ ഒടിയൊന്നുമില്ല. അവൻ കള്ളം പറയാൻ. എന്റെ അമ്പിളിക്കുട്ടൻ ചേട്ടാ, ഞാനത് ശരിയാക്കി തന്നാ പോരെ? കൈക്ക് എന്താ ഒരു കുഴപ്പമില്ല കേട്ടോ ആ സ്റ്റൂളിന്. ഇനിയിപ്പൊ അതിന് സമാധാനം നമ്മൾ പറയേണ്ടി വരും. ഇപ്പൊ എന്തൊരു സ്റ്റൂളല്ലേ പ്രശ്നം? അത് ശരിയാക്കി തരാം. അതിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്റെ തങ്ക, ഇപ്പൊ സ്റ്റൂളല്ല പ്രശ്നം. ആ സ്റ്റൂൾ എനിക്ക് വേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ ഇത്രയും തട്ടിത്തരാൻ വീട്ടിൽ ഒന്ന് കാണിച്ചില്ലേ, അതുകൊണ്ട് ഞാൻ സ്റ്റൂൾ കിട്ടിയേ പറ്റുള്ളൂ. നീ വാങ്ങോട്ട്. അത് ഒടിഞ്ഞിട്ടൊന്നുമില്ല, എനിക്കറിയാം അവനെ. ഇവിടെ ഉണ്ടായിരുന്നോ? എന്തോന്ന് കുഴപ്പം? ഞാൻ പറഞ്ഞില്ലേ അവൻ കള്ളം പറയാണെന്ന്? നീ എന്താണ് അവളെ കൈ പിടിച്ചോടിച്ചത്? പക്ഷെ കള്ളം പറയില്ല. ഞാൻ കൊച്ചിനെ കയ്യിൽ വരും തൊട്ടോ? പിന്നെ നിങ്ങളല്ലേ കള്ളം പറയുന്നത്? നിങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ വീട്ടിൽ കയറി വന്ന് പാളം വെച്ചത്? അയ്യോ, ഞാൻ ഈ സ്റ്റൂള് വെച്ചപ്പോ അത് തന്നില്ല. അപ്പൊ ഞാൻ അത് പിടിച്ചു മേടിച്ചതേ ഉള്ളൂ. ഇനി മേല വീട്ടിൽ ഇങ്ങനെ പെമ്പിള്ളേരെ ഉപദ്രവിച്ചോണ്ടല്ലോ സ്റ്റൂള് കിട്ടിയല്ലേ നിങ്ങൾ പോ. ഓർമ്മിച്ചോട്ടാ. എന്റെ കർത്താവ്, പെമ്പിള്ളേർ ഇങ്ങനെയുള്ള എന്തൊരു കള്ളമാണ് വെച്ച് പറയണത്. സത്യം പറയാം തങ്ക, ഞാൻ സ്റ്റൂൾ എടുക്കാനായിട്ട് അവിടെ പോയപ്പോൾ സ്റ്റൂൾ ചോദിച്ചപ്പോൾ അത് തന്നില്ല. ഞാനങ്ങനെ സ്റ്റൂൾ പിടിച്ചു വെച്ചപ്പോൾ സ്റ്റൂൾ തരണില്ലെന്നേ, അതെടുത്ത് എൻ്റെ തലക്കടിക്കാൻ നോക്കിയതാ അവള്. എന്നിട്ട് കള്ളം പറയുന്നു. ഞാൻ അവളെ കൈ പിടിച്ച് തിരിച്ചെന്ന്. എൻ്റെ പട്ടി വരും അവളെ കൈ തൊടാൻ. ഞാൻ എന്താ ക്ലീറ്റോ ചെയ്യേണ്ടത്? ഞാൻ എന്ത് ചെയ്യുന്ന നീ പറയണേ? നിങ്ങൾ ഒന്നും ചെയ്തില്ലേ? നിങ്ങൾ ആ സ്റ്റൂൾ സ്വന്തമാക്കാൻ നോക്കിയതിനാ? അത് ആവശ്യം കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുക്കാന്നല്ലേ പറയേണ്ടത്? അതുപോലെ നമ്മുടെ അളിയൻ്റെ സ്റ്റൂളല്ലേ? അളിയൻ്റെ ആണെങ്കിൽ അതിൽ കിടന്നു ഉറങ്ങണത് നിങ്ങൾ. അതുമല്ല, ആ സ്റ്റൂൾ ഇവിടെ ഉണ്ടെങ്കിൽ അളിയും ഇവിടെ ഉള്ള പോലെയൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ ദേഷ്യം വന്നിട്ടോ ക്ലീറ്റോ. ഓരോ പ്രശ്നങ്ങൾ അമ്പിളിച്ചേട്ടൻ അവിടെ ഇല്ലെങ്കിൽ പിന്നെ മതി എന്ന് പറഞ്ഞ് കൂടെ ഇറങ്ങി പോരണം. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ, ഞാൻ ഈ ക്ലോക്ക് പാർട്ടി മീറ്റിംഗ് കഴിഞ്ഞ് വന്നിട്ട് ശരിയാക്കാന്ന് പറയുമ്പോ നീ അവരുടെ കൈ പിടിച്ചോടിക്കാൻ പറഞ്ഞു. ഞാൻ കൈയൊന്നും പിടിച്ചില്ല തങ്ക. ഈ പെണ്ണ് പറയണ കർത്താവെ, അവളെ തലയിൽ ഇടുത്തി വീഴണേ. ഇങ്ങനെ കള്ളികള് പേര് ഞാൻ ആ അമ്പിളിച്ചേട്ടന്റെ മുമ്പിൽ കള്ളിയായില്ലേ?
ഞാൻ കാലൊടിഞ്ഞെന്നല്ലേ നിന്നോട് പറഞ്ഞു. ആ കാലൊടിഞ്ഞെന്ന് പറഞ്ഞാ ഒരു സ്റ്റൂളിന്റെ കാലൊടിഞ്ഞിട്ടുണ്ടായി വിളിച്ചോ. സ്റ്റൂളിന്റെ കാലല്ലടി, പിന്നെ ആരുടെ കാലാ? കാലൊടിഞ്ഞു. തൊടല്ലേ. ഇതെന്താ പറ്റി? ഞാനേ ക്ലോക്ക് അവിടെ ആണി അടിച്ച് വെക്കാൻ വേണ്ടി സ്റ്റൂൾ എടുത്തിട്ടിട്ട് സ്റ്റൂളിന്റെ മേളിൽ കയറി ചിറ്റയിലടിച്ച് ആണി അടിച്ചത് സ്റ്റൂൾ ചരിഞ്ഞ് വീണപ്പോൾ എൻ്റെ കാലിൽ കൂടെ സ്റ്റൂളും വീണപ്പോൾ തുടരുത് തക്കളി പൊട്ടലുണ്ടോ എന്നൊരു സംശയമുണ്ട്. വേദനയുണ്ട്, ചെറിയ നീരുണ്ട്. നോക്കട്ടെ. നോക്കാനൊന്നുമില്ല. അവിടെ തന്നെ കുഴപ്പമുള്ളത്. അതെ തങ്കം, നമുക്കൊന്ന് ആശുപത്രി വരെ പോയാലോ? എന്താ? ആശുപത്രി പോയിട്ട് ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ പൊട്ടലുണ്ടോ ഇല്ലെന്നൊന്ന് അറിയാൻ പറ്റുമല്ലോ. ആ ആശുപത്രിയില് കാല് കാണിക്കാൻ. അതെ. അതിനിപ്പം എക്സ്റേ ഒന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല ക്ലീറ്റോ. അതിപ്പോൾ നമുക്ക് കണ്ടാലറിയാലോ. തന്നെയല്ല കൈക്കും കാലിലൊന്നും ഡിസ്ക് ഇല്ല. ഏതൊരു ഇതിപ്പോൾ നമുക്ക് കുറച്ച് കൊട്ടൻ ചുക്കാതിയൊക്കെ ഇട്ട് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് മാറും. അത് ശീലക്കേടിൻ്റെയാണ്. അത് ശീലമാവുമല്ലോ. പോരെങ്കിൽ ഇത് മുറ്റത്തിൽ കൂടി 2 റൗണ്ട് ഓടും. അപ്പം നല്ല സുഖം ഉണ്ടാവും. മനസ്സിലായി കാണുമല്ലോ. അത്രേ ഉള്ളൂ കേട്ടോ. എന്താ ക്ലീറ്റോ? ഒന്നുമില്ല. ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. Alien versus Alien.